ഷാർപ്പും പ്രോമിനൻ്റ് സ്ട്രോങ്ങും ആയിട്ടുള്ള ജോ ലൈൻസ് ഉള്ള മോഡൽസിനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരാളുടെ നിറം, രൂപം, ഉയരം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജനറ്റിക്സ് ആണ്. പക്ഷേ കുറേയൊക്കെ നമ്മൾ നമ്മുടെ ശരീരം നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ശരീരത്തിന് കിട്ടാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിമ്മിലൊക്കെ പോയി നല്ലൊരു ശരീരം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾ. പക്ഷേ ആളുകൾ കൂടുതലും വിചാരിച്ചിരുന്നത് ഇങ്ങനെയുള്ള ഈ എക്സർസൈസുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് മാത്രമേ ആ ഒരു സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളതാണ്. പക്ഷേ ഡോക്ടർ മൈക്ക് മ്യൂവിനെ പോലുള്ള ആളുകൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ റിസർച്ചിലൂടെ കണ്ടെത്തി. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജോ ലൈൻ ഉണ്ടാക്കിയെടുക്കാനും മുഖത്തിൻ്റെ മറ്റ് അസിമെട്രികളൊക്കെ കറക്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ പല്ലുകളുടെ അലൈൻമെൻറ്റിലുള്ള പ്രശ്നങ്ങൾ, മൂക്കിൻ്റെ വളവുകൾ, മ്യൂവിങ് എന്ന് പറയുന്ന ഒരു ഫേസ് പോസ്ചർ കറക്ഷൻ മെത്തേഡിലൂടെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ഡോക്ടർ ജോൺ ആൻഡ് ഡോക്ടർ മൈക്ക് മ്യൂ, ഇവർ അച്ഛനും മകനുമാണ്, അവർ കണ്ടെത്തി. ആദ്യം ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഫോം കണ്ടെത്തിയത് ഡോക്ടർ ജോൺ മ്യൂവും അതിൻ്റെ ഇപ്പോഴത്തെ ആധുനിക വേർഷൻ കണ്ടെത്തിയത് ഡോക്ടർ മൈക്ക് മ്യൂവുമാണ്. അപ്പോൾ എന്താണ് ഈ മ്യൂവിങ്? മ്യൂവിങ് എങ്ങനെയാണ് നമ്മുടെ ഫേസിനെ കറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജോ ലൈൻ ഉണ്ടാക്കിയെടുക്കാനും ചീക്ക് ബോൺസ് ഒക്കെ കറക്റ്റ് ചെയ്യാനും ഒക്കെ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകുമോ? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. വെൽക്കം ബാക്ക്. അപ്പോൾ ഈ മ്യൂവിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഡോക്ടർ ജോൺ മ്യൂ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓർത്തോഡോണ്ടിസ്റ്റ്, അദ്ദേഹമാണ് നമ്മൾ ഈ പറഞ്ഞ മ്യൂവിങ്ങിൻ്റെയും ഓർത്തോട്രോപ്പിക്സ് എന്ന് പറയുന്ന പുതിയൊരു വിങ്ങിൻ്റെയും ഫൗണ്ടർ. ഈ ഓർത്തോഡോണ്ടിക്സിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ പുതിയൊരു വിങ്ങാണ് ഓർത്തോട്രോപ്പിക്സ് എന്ന് പറയുന്നത്. ഡോക്ടർ ജോൺ മ്യൂ അദ്ദേഹം ബേസിക്കലി ഒരു ഓർത്തോഡോണ്ടിസ്റ്റാണ്. ഓർത്തോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡെന്റിസ്ട്രിയിൽ തന്നെ മിസ്അലൈൻഡ് ആയിട്ടുള്ള പല്ലുകൾ, മിസ്അലൈൻഡ് ആയിട്ടുള്ള താടിയല്, അതുപോലെ ബൈറ്റ് പാറ്റേൺ കറക്ഷൻ, ഡെന്റോ ഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്ന് പറയുന്ന ഒരു ഫേഷ്യൽ ഗ്രോത്ത് കറക്ഷൻ, ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളതാണ് ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം സ്വന്തമായി കണ്ടുപിടിച്ചാണ് ഈ ഓർത്തോട്രോപ്പിക്സ് എന്ന് പറയുന്ന പുതിയൊരു വിങ്. ഡോക്ടർ ജോൺ മ്യൂവിന്റെ മകനാണ് ഇപ്പോഴത്തെ ഡോക്ടർ മ്യൂ എന്നറിയപ്പെടുന്ന ഡോക്ടർ മൈക്ക് മ്യൂ. ഇതാണ് ഇവരുടെ ഒരു ഹിസ്റ്ററി. മ്യൂവിങ് എന്ന് പറയുന്ന ഒരു ഫേഷ്യൽ വർക്കൗട്ടാണ്. അതായത് നമ്മുടെ നാവ് നമ്മുടെ വായയുടെ മുകൾ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെച്ച് പല്ലുകൾ ഇതുപോലെ കടിച്ചു പിടിച്ച് അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്ത് കുറേ നേരം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വാക്യൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാവ് ആ പൊസിഷനിൽ വെച്ച് നമ്മൾ നമ്മുടെ സലൈവ swallow ചെയ്യും. അപ്പോഴത്തേക്കും അവിടെ ഒരു എയർ ടൈറ്റ് ഉണ്ടാകുകയും അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ആവുകയും ഈ നാവ് നമ്മുടെ മൗത്തിൻ്റെ റൂഫിനെ മുകളിലേക്ക് പ്രസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ടോട്ടലുള്ള അസിമെട്രിയെയും മൂക്കിൻ്റെ വളവിനെ, അതുപോലെ പല്ലുകളുടെ അസിമെട്രി, ജോ ലൈൻ ഗ്രോത്ത്, ഇതിനെല്ലാം അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഡോക്ടർ മൈക്ക് മ്യൂ പറയുന്നത്. അങ്ങനെ വെറുതെ പറയുകയല്ല, ഇത് ചെയ്ത് മാറ്റം വന്നിട്ടുള്ള ആളുകളുടെ പ്രൂഫും കൂടി കാണിച്ചിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കേട്ടിട്ട് പരിശീലിച്ച് ഫേസിൻ്റെ സ്ട്രക്ചറിന് മാറ്റം വന്നിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഫേസിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്സ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മ്യൂവിങ് എങ്ങനെയാണ് നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചറിന് മാറ്റം വരുത്തുന്നത്? ഇതൊരു നോൺ സർജിക്കൽ ഫേഷ്യൽ കറക്ഷൻ മെത്തേഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പല്ലുകൾ പ്രോപ്പറായി അലൈൻ ചെയ്യുക, അതുപോലെ ചീക്ക് ബോൺസ് അസെൻച്വേറ്റ് ചെയ്യുക, ജോ ലൈൻ ഷാർപ്പൻ ചെയ്യുക, നോസിനുള്ള ചെറിയ ബെൻഡുകളൊക്കെ സ്ട്രൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വിത്തൗട്ട് സർജറി, ഒരു കോസ്മെറ്റിക് പ്രൊസീജിയർ ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ മൈക്ക് മ്യൂ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൂഫ് അദ്ദേഹത്തിൻ്റെ ഓർത്തോട്രോപ്പിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, മുഖത്തുള്ള ചുളികൾ മാറ്റുകയും നമ്മുടെ എയർവേസ് ക്ലിയർ ചെയ്യും, അതായത് നമ്മുടെ എയർ ഇൻടേക്ക് പ്രോപ്പർ ആക്കുകയും മാക്സില എന്ന് പറയുന്ന നമ്മുടെ ഈ അപ്പർ ജോ പോർഷൻ അത് സ്ട്രെയിറ്റൻ ചെയ്ത് ബൈ ബ്രിങ്ങിങ് ഇറ്റ് ഫോർവേഡ് ഇറ്റ് പൊട്ടൻഷ്യലി എക്സ്റ്റെൻഡിങ് യുവർ ലൈഫ് സ്പാൻ ബൈ എൻലാർജിങ് യുവർ എയർവേസ് വിച്ച് റെഡ്യൂസസ് സ്നോറിങ് ആൻഡ് സ്ലീപ്പ് അപ്നിയ. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ തലയൊട്ടിക്ക് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെയുള്ള ക്രാക്സ് ഉണ്ട്. സ്യൂച്ചേഴ്സ് എന്നാണ് ഈ ക്രാക്സിന് പറയുന്ന പേര്. കുട്ടികളൊക്കെ വളരുമ്പോൾ ഈ ക്രാക്സ് ഉള്ള ഏരിയയിലാണ് പുതിയ ബോൺ വന്ന് ഫില്ലായി ഈ തലയോട്ടിക്ക് വലിപ്പം വരുന്നത്. നിങ്ങൾ ഈ തലയോട്ടിയുടെ പിക്ചറിൽ കണ്ട പോലെയുള്ള സ്യൂച്ചേഴ്സ് നമ്മുടെ മൗത്തിൻ്റെ അപ്പർ റൂഫിലും സെയിം രീതിയിലുണ്ട്. ഈ മ്യൂവിങ് വഴി ഈ സ്യൂച്ചേഴ്സ് ഉള്ള നമ്മുടെ മൗത്തിൻ്റെ റൂഫിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ നാവ് കൊണ്ട് പ്രഷർ കൊടുക്കുമ്പോൾ അവിടെയുള്ള ആ ബോൺസിന് പതുക്കെ അകൽച്ച സംഭവിക്കുകയും അങ്ങനെ നമ്മുടെ ഫേഷ്യൽ ഡീഫോമിറ്റി അല്ലെങ്കിൽ ഫേസിനുള്ള അസിമെട്രിയൊക്കെ മാറി നല്ല രീതിയിൽ ഫേസ് ഡെവലപ്പ് ആകും എന്നാണ് ഡോക്ടർ മൈക്ക് മ്യൂവിൻ്റെ കണ്ടുപിടുത്തം. ഡോക്ടർ മ്യൂവിൻ്റെ ഈ തിയറിയാണ് ഓർത്തോട്രോപ്പിക്സ് എന്ന് പറയുന്നത്. ആ മെത്തേഡിനാണ് മ്യൂവിങ് എന്ന് പറയുന്നത്. പല്ലിന് പ്രോപ്പറായിട്ടുള്ള അലൈൻമെൻറ്റ് ഇല്ലാത്ത ആളുകൾ പല്ലിൽ ക്ലിപ്പിട്ടിട്ട് പല്ല് അലൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ചില ആളുകളുടെ പല്ലുകൾ ക്ലിപ്പിട്ട് താതുമ്പോൾ ആ പല്ലിനിരിക്കാൻ പ്രോപ്പറായിട്ടുള്ളൊരു സ്പേസ്
ഈ വായ്ക്കുള്ളിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മോണയുടെ ആ ഒരു അലൈൻമെന്റിൽ ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ 1-2 പല്ലുകളൊക്കെ എടുത്തിട്ടാണ് ഈ ക്ലിപ്പിട്ട് പല്ലിനെ താത്തി അലൈൻഡാക്കുന്നത്. അപ്പോൾ ഡോക്ടർ മൈക്ക് മ്യൂ പറയുന്നത് നമ്മുടെ കൈപ്പത്തിയിൽ വിരലുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് വിരലുകൾ കട്ട് ചെയ്ത് കളയുന്നത് പോലെയാണ് നമ്മൾ ഈ പല്ലുകൾ എടുത്ത് കളയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും നിങ്ങളുടെ പല്ലുകൾ ഉൾക്കൊള്ളാനുള്ള സ്ഥലം നിങ്ങളുടെ വായിലില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മുഖം അണ്ടർ ഡെവലപ്ഡ് ആണെന്നാണ് ഡോക്ടർ മൈക്ക് മ്യൂവിന്റെ തിയറി. അപ്പോൾ അതാണ് ആദ്യം പരിഹരിക്കേണ്ടത്. മുഖം പ്രോപ്പറായിട്ട് ഡെവലപ്പായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പല്ലുകളും അതിനനുസരിച്ച് അലയുണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോഴുള്ള മനുഷ്യർ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, കൺസ്യൂം ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഫുഡാണ് കഴിക്കുന്നത്. ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ഫുഡാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചവയ്ക്കേണ്ട ആവശ്യം വളരെ കുറവായിട്ടാണ് വരുന്നത്. നമ്മളധികം ചവയ്ക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിന് അത്രത്തോളം ഡെവലപ്പ് ആകുന്നില്ല. എന്നാൽ പണ്ടുള്ള ആളുകൾ അവർ ഈ പച്ചയ്ക്ക് മാംസം അല്ലെങ്കിൽ അങ്ങനെയുള്ള നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കേണ്ട ഫുഡ് കഴിച്ചിരുന്നതുകൊണ്ട് തന്നെ, ധാന്യങ്ങളൊക്കെ കഴിച്ചിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ജോസും അവർക്ക് ആ 32 പല്ലുകളും വെൽ അലൈൻഡ്. ഇപ്പോഴത്തെ കാലത്ത് പലർക്കും 32 പല്ലുകളും വരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയായിട്ടുള്ള മ്യൂവിങ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൂർണ്ണമായും മൂക്കിലൂടെ മാത്രം ശ്വാസം എടുക്കുക. പല ആളുകളും ഉണ്ട് വായിലൂടെ ശ്വാസം എടുക്കുന്നത്, മൂക്കിൽ എന്തെങ്കിലും തടസ്സമൊക്കെ തോന്നും, അപ്പോൾ അവർ കൂടുതലായിട്ടും വായിലൂടെ ശ്വാസം എടുക്കുന്ന ആളുണ്ട്. അപ്പോൾ അത് പരിപൂർണമായിട്ട് നിർത്തി മൂക്കിലൂടെ മാത്രം ശ്വാസം എടുക്കുക. നിങ്ങൾ ഉറങ്ങുമ്പോഴും വായ മാക്സിമം അടച്ചു വെക്കാൻ ശ്രമിക്കുക. പല ആളുകളും ഈ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വായിലൂടെ ശ്വാസം എടുക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ മസിൽസ് ലൂസാകുകയും അത് അപ്പർ ജോ പോർഷന് കൂടുതൽ താഴോട്ടിറക്കുകയും അതിന്റെ ഫലമായിട്ട് നമ്മുടെ ജോ ലൈൻ കൂടുതലായിട്ട് ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. ഫേസ് കൂടുതൽ റിസീഡിംഗ് ആയിട്ട് കാണപ്പെടും. വായിലൂടെ ശ്വാസം എടുക്കുന്ന ഭൂരിഭാഗം ആളുകളും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അപ്പർ ജോയും റിസീഡിംഗ് ആയിട്ടുള്ള ലോവർ ജോയുമാണ് ഉള്ളത്. ഇത് പിന്നീട് കൂടുതൽ എയർ ഇൻടേക്കിനായിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലെത്തും. അങ്ങനെ ടോട്ടൽ പോസ്ചറിന് ഒരു വളവ് സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ബേസിക്കലി പോസ്ചറിൽ നിന്ന് തന്നെ കറക്റ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് മ്യൂവിങ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ പോസ്ചർ കറക്റ്റ് ആക്കുക, സ്ട്രെയിറ്റ് ആയിരിക്കുക. അതിനുശേഷം നമ്മുടെ നാവ് നമ്മൾ എന്നിങ്ങനെ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവിൻ്റെ ടിപ്പ് നമ്മുടെ മൗത്തിൻ്റെ അപ്പർ റൂഫിലുള്ള ഏത് പൊസിഷനിലാണോ വരുന്നത് അത് അവിടെ തന്നെ വെക്കുക. Find the end spot. Say the letter N or ting or It's just behind the upper front teeth. That's where the tip should be. നാവിൻ്റെ ബാക്കിലോട്ടുള്ള പോർഷൻ മൗത്തിൻ്റെ റൂഫിലേക്ക് വെച്ച് പ്രസ് ചെയ്യുക, പല്ലുകൾ കടിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മുടെ സലൈവ സോളോ ചെയ്യുക. ഉമിനീര് നമ്മുടെ താടിയെല്ലും ചീക്ക് ബോൺസും അനക്കാതെ നാവ് കൊണ്ട് മാത്രം ഉള്ളിലേക്ക് സോളോ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വായിൽ ഒരു വാക്യൂം ക്രിയേറ്റ് ആവുകയും നമ്മുടെ നാവ് കൂടുതലായും വായയുടെ അപ്പർ റൂഫിലേക്ക് പ്രസ് ചെയ്തിരിക്കുകയും ചെയ്യും. ഈ ഒരു പൊസിഷനിൽ പറ്റുന്നത്ര തുടരുക. ഇതിനാണ് മ്യൂവിങ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് മ്യൂവിങ്ങിനെ പറ്റി കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആഴത്തിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഡോക്ടർ മൈക്ക് മ്യൂവിന്റെ ഓർത്തോട്രോപിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇനി നമുക്ക് ഈ മ്യൂവിങ് വഴി ഫേസിന് ചേഞ്ച് വന്നിട്ടുള്ള കുറച്ച് ആളുകളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ ഒന്ന് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മ്യൂവിങ്ങിനെ പറ്റി കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നവരെ ഐ എം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.